അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുത്ബി 24. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. യാ അയ്യുഹൽ അസാതിദത്തുൽ കിറാം, ഖൗലുഹു വഅന്നഹു മുഹാൽ വഖൗലുഹു അന്നഹു മുഹാൽ. അത് എവിടെ പറഞ്ഞതാണ്? അവിടെ പറഞ്ഞല്ലോ, ഏത് ഖുത്ബിയിൽ. അതായത് തസവ്വുർ തസ്ദീഖില് ഏതിബാർ ചെയ്യപ്പെടുകയാണെങ്കിൽ അദമുൽ ഹുക്മ് എന്നുള്ളത് ആ തസ്ദീഖില് ഏതിബാർ ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെ വരുമ്പോ തസ്ദീഖ് എന്ന് പറഞ്ഞാൽ ഹുക്മിനെയും ഏതിബാർ ചെയ്യപ്പെടൽ വരും, അദമുൽ ഹുക്മിനെയും ഏതിബാർ ചെയ്യപ്പെടൽ വരും. അപ്പൊ ഹുക്കുമും അദമുൽ ഹുക്മും പരസ്പരം എന്താണ്? വൈരുദ്ധ്യമായതാണ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ ചെയ്യാ എന്നുള്ളത് മുഹാലാണ് എന്ന് പറഞ്ഞു. അതിനെ പറ്റിയാ പറയുന്നത്. അഖൂലു, ഞാൻ പറയുന്നു, ലി അന്നഹു, തീർച്ചയായിട്ടും കാര്യം ഇങ്ങനെ വെക്കുമ്പോ, യൽസമു തറക്കുബു ഷൈഇ, ഒരു വസ്തു ഉണ്ടാവുക എന്നുള്ളത് ഉണ്ടായിത്തീരും, ലാസിമായി തീരും. ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം തസ്ദീഖാണ്. ആ തസ്ദീഖ് ഉണ്ടാവുക എന്നുള്ളത് വരും. മിനൻ നഖീലൈനി, രണ്ട് നഖീലനാൽ ഉണ്ടായിത്തീര എന്നുള്ള കാര്യമുണ്ടോ. രണ്ട് നഖീല എന്ന് പറഞ്ഞാൽ ഒന്ന് ഹുക്കുമും മറ്റൊന്ന് അദമുൽ ഹുക്കുമും. ഏത്? അലാ മദ്ഹബിൽ ഇമാമി, ഇമാമു റാസിന്റെ അഭിപ്രായ പ്രകാരം. അതേപോലെ തന്നെ വസ്തിറാത്തു ഷൈഇ, ഒരു ഷൈഇനെ ഷർത്ത് വെക്കുക എന്നുള്ളത് വരും. ബി നഖീലിഹി, അതിന്റെ നഖീല കൊണ്ട് ഷർത്ത് വെക്കുക എന്നുള്ളത് വരും. ഒരു ഷൈഇ എന്നുകൊണ്ട് ഉദ്ദേശം ഏതാണ്? ഹുക്കുമ്. ആ ഹുക്കുമിനക്ക് എന്ത് ചെയ്യാം? ഷർത്ത് വെക്കുക. ഏതുകൊണ്ട് ഷർത്ത് വെക്കാം? അതിന്റെ നഖീല കൊണ്ട്. ഹുക്കുമിന്റെ നഖീല ഏതാണ്? അദമുൽ ഹുക്മാണ്. ഈ അദമുൽ ഹുക്മ് എന്നുള്ളത് എവിടെ ഇത്തിബാർ ചെയ്യപ്പെടുന്നതാണ്? ദിഹിനിയായ തസവ്വുറിൽ. ആ ദിഹിനിയായ തസവ്വുറിൽ അത് ഷർത്താണ്. അതാ നമ്മൾ പറഞ്ഞത്, ഒരു വസ്തുവിനെ ഷർത്ത് വെക്കലാവും, ഒരു വസ്തുവിനക്ക് അതിന്റെ നഖീല കൊണ്ട് ചെയ്യാ ഷർത്ത് വെക്കുക. അലാ മദ്ഹബിൽ ഹുക്കമായി, ഹുക്കമായിന്റെ അഭിപ്രായ പ്രകാരം. ഇനി അത് കഴിഞ്ഞു. അടുത്ത ഖൗല്, ഖൗലുഹു വൽ മുഅ്തബറു ബിത്തസ്ദീഖ് ലൈസ ഹുവൽ അവ്വൽ ബലിസാനി ഇലാ ഖൗലിഹി വൽ മുഅ്തബറു ബിത്തസ്ദീഖ് ശർത്തൻ ഔ ശത്റൻ വതസവ്വുറു ലാ ബിശർത്തി ഷൈഇൻ വലാ ഇഷ്കാല എന്ന് പറഞ്ഞ ഖൗല്. അഖൂലു, ഞാൻ പറയുന്നു, ഫീഹി, ഈ പറഞ്ഞതിലുണ്ട്. അത് നമ്മൾ പറഞ്ഞിരിക്കുന്നല്ല. വൽ മുഅ്തബറു ബിത്തസ്ദീഖ് ലൈസ ഹുവൽ അവ്വൽ ബലിസാനി വൽ ഹാസിലു അന്നൽ ഹുദൂര ദിഹിനിയ മുത്ലഖ വ നഫ്സുൽ ഇൽമി എന്ന് പറഞ്ഞില്ലേ, അതിനെ പറ്റിയാണ് ചർച്ച നടക്കുന്നത്. അഖൂലു, ഞാൻ പറയുന്നു, ഫീഹി, ഈ പറഞ്ഞ ഇതിലുണ്ട്, ബഹസുൻ, ഒരു ചെറിയ ഒരു ചർച്ചയുണ്ട്. എന്താ ചർച്ച? ലി അന്നൽ മുഅ്തബറ ബിത്തസ്ദീഖ്, ഈ തസ്ദീഖില് ഇഅ്തിബാർ ചെയ്യപ്പെടുന്ന ഒന്ന്, തസ്ദീഖില് ഇഅ്തിബാർ ചെയ്യപ്പെടുന്നത് എങ്ങനെ ഇഅ്തിബാർ ചെയ്യപ്പെടും? ഷർത്തൻ, ഒരു പക്ഷേ ഷർത്തായ രൂപത്തിൽ ഇഅ്തിബാർ ചെയ്യപ്പെടും. ഔ ശത്റൻ, അല്ലെങ്കിൽ ശത്റായ രൂപത്തിൽ ഇഅ്തിബാർ ചെയ്യപ്പെടും. അപ്പൊ ഷർത്തായ രൂപത്തിലും ഇഅ്തിബാർ ചെയ്യപ്പെടാം, ശത്റായ രൂപത്തിലും എന്ത് ചെയ്യാം? ഇഅ്തിബാർ ചെയ്യപ്പെടാം. ഏതായാലും ശരി. അപ്പൊ തസ്ദീഖില് ഷർത്തായിട്ടോ ശത്റായിട്ടോ ഇഅ്തിബാർ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞത്, ഇഅ്തിബാർ ചെയ്യപ്പെടുന്നത് വ തസവ്വുറുൽ മഹ്കൂമി അലൈഹി, ഒന്നാമത്തത് മഹ്കൂം അലൈഹിയെ തസവ്വുറാക്ക. തസ്ദീഖിൽ മഹ്കൂം അലൈഹി വേണം. വ തസവ്വുറുൽ മഹ്കൂം ബിഹി, അതുപോലെ തന്നെ രണ്ടാമത്തത് മഹ്കൂം ബിയെ തസവ്വുറാക്ക. വ തസവ്വുറുൻ നിസ്ബത്തുൽ ഹുക്മിയ, മൂന്നാമത് തസവ്വുർ നിസ്ബത്തുൽ ഹുക്മിയെ തസവ്വുറാക്കണം.
ഈ പറയപ്പെട്ട മൂന്നും അത്യാവശ്യമാണ്. തസ്ദീഖിൽ ഈ പറയപ്പെട്ട മൂന്നും എന്താണ്? അത്യാവശ്യമാണ്. അപ്പൊ അതടിസ്ഥാനത്തിൽ കൊല്ലു വാഹിദിൻ മിൻ ഹാദിഹി തസവ്വുറാത്ത്, ഈ പറയപ്പെട്ട തസവ്വുറുകളിൽ നിന്നുള്ള ഓരോന്നും, ഈ പറയപ്പെട്ട തസവ്വുറാത്തുകളിൽ നിന്നുള്ള എല്ലാ ഓരോന്നും, അതായത് ഒന്ന് മയക്കുമരിയെ തസവ്വുറാക്കാം, മയക്കുംബിയെ തസവ്വുറാക്കാം, നിസ്ബത്തുൽ ഹുക്മിയെ തസവ്വുറാക്കാം. ഈ പറയപ്പെട്ടതായ ഓരോ തസവ്വുറാത്തും തന്നെ തസവ്വുറുൻ ഖാസുൻ, ഖാസായ തസവ്വുറാണ്. കാരണം തസവ്വുർ എന്ന് അദലത്തിലാക്ക് പറയുമ്പോ അത് അദലത്തിലാക്ക് മുത്തലക്കായ തസവ്വുർ, ആ മുത്തലക്കായ തസവ്വുറില് മയക്കൂം അലീനെ തസവ്വുറാക്കാന്നുള്ള കൈത് കൂടുകയാണ്. അതുപോലെ മയക്കൂംബിയെ തസവ്വുറാക്കാന്നുള്ള കൈത് കൂടുന്നു, നിസ്ബത്തുൽ ഹുക്മിയെ തസവ്വുറാക്കാന്നുള്ള കൈത് കൂടുന്നു. അപ്പൊ അതാ പറയുന്നത്. അപ്പം ആ പറയപ്പെട്ടതായ ഈ തസവ്വുറാത്തിൽപ്പെട്ട ഓരോന്നും അത് തസവ്വുറുൻ ഖാസുൻ, അതൊരു ഖാസായ തസവ്വുറാണ്. തസവ്വുറുൻ ഖാസുൻ, ഖാസായ തസവ്വുറാണ്. മാത്രമല്ല മുസ്തഫാദുൻ, അത് മനസ്സിലാക്കി എടുക്കപ്പെടുന്നതുമാണ്. ഫായിദ വെപ്പിച്ചെടുക്കപ്പെടും. ഏതിൽ നിന്ന്? മിനൽ കൗലിശാരിഹി, ഷാരിഹി, കൗലിശാരിഹിൽ നിന്നിട്ട്. അത് കൗലുശാരി എന്ന് പറഞ്ഞില്ല. അപ്പൊ ആ കൗലുശാരി എന്ന് പറഞ്ഞ കൗലിൽ നിന്ന് എന്ത് ചെയ്യും? ഇത് മനസ്സിലാക്കിയെടുക്കപ്പെടും. എപ്പോഴാ മനസ്സിലാക്കിയെടുക്കപ്പെടുക? ഇതാ കാന നദിരിയൻ, ഈ പറയപ്പെട്ടതായ തസവ്വുറാത്തുകളിൽപ്പെട്ട ഓരോ തസവ്വുറുമായാൽ, എന്തായാല്? നദിരിയായാൽ. അപ്പൊ നദിരിയായാൽ എന്ന് വെക്കുമ്പോ ഫയകൂനു കുല്ലു വാഹിദിൻ മിൻഹാ, ഫയകൂനു അപ്പോൾ ആകുന്നതാണ്, ഫയകൂനു അപ്പോൾ ആകും. എന്താകും? കുല്ലു വാഹിദിൻ മിൻഹാ, ഈ പറയപ്പെട്ടതിൽപ്പെട്ട ഓരോന്നും ആകും. അപ്പൊ നമ്മൾ പറഞ്ഞല്ല ഏത്? ഈ പറയപ്പെട്ടതായ 3 തസവ്വുറാത്ത് പറഞ്ഞു. ഈ 3 തസവ്വുറാത്തും നമ്മൾ എന്താന്ന് പറഞ്ഞ്? നദിയാണെന്ന് പറയാം. ഈ 3 തസവ്വുറാത്തും ഏതായി വന്ന്? നദിയായി വന്നു. അപ്പൊ നെദറിലേക്ക് ആവശ്യമായി. അപ്പൊ നെദറിലേക്ക് ആവശ്യമായി എന്ന അടിസ്ഥാനത്തിൽ വെക്കുമ്പോ ഈ പറയപ്പെട്ട ഓരോന്നും എന്താന്ന് വെക്കാം? നമുക്ക് തസവ്വുർ സാദജാണ് എന്ന് പറയാം. ഈ പറയപ്പെട്ടതായ ഓരോന്നും തസവ്വുറൻ സാദജ്, അത് തസവ്വുർ സാദജാണ്. എങ്ങനത്തെ തസവ്വുർ സാദജ്? മുക്കാബിലൻ തസ്ദീഖ്, തസ്ദീഖിന്റെ മുക്കാബിലയിലുള്ളതായ, തസ്ദീഖിനുള്ള മുക്കാബിലയിലുള്ളതായ സാദജായ തസവ്വുറാണ് ഈ പറയപ്പെട്ട ഓരോ തസവ്വുറും. അതോടുകൂടി മുന്തിരിജൻ, ഈ പറയപ്പെട്ടതായ ഓരോ തസവ്വുറും അത് പ്രവേശിക്കുന്നതുമാണ് മുത്തലഖി തസവ്വുരി, മുത്തലഖി തസവ്വുറിൽ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ല. അപ്പൊ ഈ മുത്തലഖി തസവ്വുർ എന്നുള്ളതിന്റെ തയത്തില് ദാഖിലാകുന്നതാണ് ഈ പറയപ്പെട്ട ഈ 3. അതായത് മയക്കുമരിയെ തസവ്വുറാക്കാം, മയക്കുംബിയെ തസവ്വുറാക്കാം, നിസ്ബത്തുൽ ഹുക്മിയെ തസവ്വുറാക്കാം. ഇങ്ങനെ വരുമ്പോ വഖദ് ഉഅ്തുബിറ, അപ്പൊ അങ്ങനെ വെക്കുമ്പോ വഖദ് അപ്പൊ ഫഖദ് ഉഅ്തുബിറ, അപ്പൊ തീർച്ചയായിട്ടും ഇഅ്തിബാർ ചെയ്യപ്പെട്ടു. ഈ തസ്ദീഖില് ഇഅ്തിബാർ ചെയ്യപ്പെട്ടു. തസ്ദീഖില് ഷർത്തൻ, ഒരു ഷർത്തായിട്ട് ഇഅ്തിബാർ ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ ഔ ഷത്റൻ, ഷത്റായിട്ട് എന്ത് ചെയ്ത്? ഇഅ്തിബാർ ചെയ്യപ്പെടും. എന്തിനെ? അത്തസവ്വുർ, ഒരു തസവ്വുറിനെ. അല്ലതി എങ്ങനത്തെ തസവ്വുർ? ഉഅ്തുബിറ ഫീ, അതിൽ ഇഅ്തിബാർ ചെയ്യപ്പെടും. ഹുക്മിനെ
എഴുത്തിബാറ് ചെയ്യപ്പെടും. അതുമുൽ ഹുക്മിന്. അപ്പൊ അതുമുൽ ഹുക്മിന് എഴുത്തിബാറ് ചെയ്യപ്പെടുന്നതായ തസവ്വൂറിനെ, അതുമുൽ ഹുക്മിന് എഴുത്തിബാറ് ചെയ്യപ്പെടുന്നതായ തസവ്വൂറിനെ ഇവിടെ ഷർത്തായിട്ട് എങ്കിൽ ഷർത്തായ രൂപത്തില് തസ്ദീഖിന് എന്ത് ചെയ്ത് എഴുത്തിബാറ് ചെയ്യപ്പെട്ടു. അതെങ്ങനെ? ഈ പറയപ്പെട്ടതൊക്കെ നദിജിയാണെന്ന അടിസ്ഥാനത്തില് ഈ പറയപ്പെട്ട ഓരോ തസവ്വൂറും അത് തസവ്വൂറ് സാധജായി മാറും. ഏത്? ഈ പറയപ്പെട്ട ഓരോന്നും തസവ്വൂർ എന്താവും? സാധജായി മാറും എന്ന എഴുത്തിബാറ് പ്രകാരം, തസവ്വൂറ് സാധജാകും എന്നുള്ളതായ എഴുത്തിബാറ് പ്രകാരം. അപ്പൊ അങ്ങനെ വെക്കുമ്പോ ഇഷ്കാലു ബാക്കിം ബിഹാരി, നേരത്തെ പറഞ്ഞ ഇഷ്കാലി ഇപ്പോഴും അവിടെ ബാക്കിയാകുകയാണ്. നേരത്തെ പറഞ്ഞതായ ഇഷ്കാലി ഇപ്പോഴും അവിടെ ബാക്കിയാകുകയാണ്. നേരത്തെ പറഞ്ഞ ഇഷ്കാലാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്തെന്ന്, നക്കീറയെ അവിടെ എഴുത്തിബാറ് ചെയ്യാ എന്നുള്ള വിഷയം, അവിടെ നക്കീറയെ എഴുത്തിബാറ് ചെയ്യാ ഒരു വസ്തുവില് എന്നുള്ള വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. കാരണം ഇവിടെ ഈ തസവ്വൂറിനെ തസ്ദീഖില് ഈ അതുമുൽ ഹുക്മിനെ ഇത്തിബാറ് ചെയ്യപ്പെടുന്ന തസവ്വൂറിനെ ഇത്തിബാറ് ചെയ്ത് അതോടുകൂടെ ഹുക്മിന്റെ അതുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അപ്പോഴും അവിടെ നക്കീറയെ ഇത്തിബാറ് ചെയ്യാന്നുള്ള ഇഷ്കാല് അവിടെ വീണ്ടും വരുന്നുണ്ടല്ലോ. എങ്കിലും ജവാബ്, ആ ചോദിച്ച ചോദ്യത്തിനക്ക് ജവാബ്, ആ എത്തിറാദിനക്ക് ജവാബ് അയ്യുക്കാല പറയപ്പെടലാണ്. ഇന്ന അദമൽ ഹുക്മി, തീർച്ചയായിട്ടും ഈ അദമുൽ ഹുക്മ് എന്ന് പറയുന്നത്, ഇന്ന അദമൽ ഹുക്മി തീർച്ചയായിട്ടും അദമുൽ ഹുക്മ് മുഅ്തബറും ഫി തസവ്വുരി സാദജി, അത് തസവ്വുർ സാദജിൽ അതെന്ത് ചെയ്യും? എഴുത്തിബാറ് ചെയ്യപ്പെടും. തസവ്വുർ സാദജിൽ എന്ത് ചെയ്യും? അത് എഴുത്തിബാറ് ചെയ്യപ്പെടും. തസവ്വുർ സാദജിൽ എഴുത്തിബാറ് ചെയ്യപ്പെടും. മുഅ്തബർ ഫി തസ്ദീഖി അല്ല, അവന്റെ പറഞ്ഞത് അദ്മുൽ ഹുക്മ് എന്ന് പറഞ്ഞാൽ തസവ്വുർ സാദജിൽ എഴുത്തിബാറ് ചെയ്യപ്പെടും. അതെങ്ങനെയാണ് തസവ്വുർ സാദജിൽ എഴുത്തിബാറ് ചെയ്യപ്പെടുന്നത്? അല അന്നഹു, ഈ തീർച്ചയായിട്ടും അദ്മുൽ ഹുക്മ് എന്ന് പറയുന്നത് സിഫത്തുല്ലഹു, ഈ തസവ്വുർ സാദജിനുള്ളതായ ഈ തസവ്വുർ സാദജിനുള്ളതായ എന്താണ്? തസവ്വുർ സാദജിനുള്ളതായ സിഫത്താണ്. അദമുൽ ഹുക്മ് എന്ന് പറയുന്നത് തസവ്വുർ സാദജിൽ എന്തെയും ഇത്തിബാറ് ചെയ്യപ്പെടും. ഏതടിസ്ഥാനത്തില്? ഈ അദമുൽ ഹുക്മ് എന്ന് പറയുന്നത് അത് തസവ്വുർ സാദജിനക്ക് സിഫത്തായ രൂപത്തിലും ഖൈദും ഫീഹി, അതിൽ ഖൈദാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ, അതില് ഖൈദാണ് എന്നുള്ളതായ അടിസ്ഥാനത്തിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ എന്തായി? അതായത് അദമുൽ ഹുക്മ് തസവ്വുർ സാദജില് തസവ്വുർ സാദജില് എഴുത്തിബാറ് ചെയ്യപ്പെടുന്നത് ഇത് അദമുൽ ഹുക്മിനെ എഴുത്തിബാറ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ആ അദമുൽ ഹുക്മിനെ എഴുത്തിബാറ് ചെയ്യപ്പെടുന്ന ഏതടിസ്ഥാനത്തിലാണ്? അത് ആ തസവ്വുർ സാദജിക്കുള്ള സിഫത്തായ രൂപത്തിലും ഖൈദായ രൂപത്തിലുമാണ്. അത് അതിന്റെ ഖൈദാണ്. ഏത്? തസവ്വുർ സാദജിക്കുള്ള ഖൈദാണ് ഏത്? ഈ അദമുൽ ഹുക്മ് എന്നുള്ളത്. അദമുൽ ഹുക്മ് ആവുമ്പോഴാണ്, അദമുൽ ഹുക്മിന്റെ രൂപത്തിൽ വരുമ്പോഴാണ് തസവ്വുർ സാദജായിട്ട് എന്ത് ചെയ്യുള്ളൂ? പരിഗണിക്കപ്പെടുള്ളൂ. അതാണ് ആ പറഞ്ഞത്. എന്നാൽ ഏത് സ്ഥിതിയിൽ വൽ മുഅ്തബറും എഴുത്തിബാറ് ചെയ്യപ്പെടുന്ന കാര്യം, വൽ മുഅ്തബറും തീർച്ചയായും വൽ മുഅ്തബർ ഏത് സ്ഥിതിയില് എഴുത്തിബാറ് ചെയ്യപ്പെടുന്നത്? എവിടെയാണ് എഴുത്തിബാറ് ചെയ്യപ്പെടുന്നത്? തസ്ദീഖ്, തസ്ദീഖിന് എഴുത്തിബാർ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞില്ല, തസ്ദീഖിൽ ഇപ്പം തസവ്വുർ സാദജ് ഉണ്ട്, ഒരു രൂപത്തിലൂടെ വേറെ രൂപത്തിൽ ഹുക്കുമുണ്ട്, ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ തസവ്വുർ സാദജിന് എവിടെ എഴുത്തിബാറുണ്ട്? തസ്ദീഖിൽ എഴുത്തിബാറുണ്ട്. എങ്കിൽ ആ തസ്ദീഖിന് എഴുത്തിബാറ് ചെയ്യപ്പെടുന്നത് ധാത്തു തസവ്വുരി സാദജ്, സാദജായ തസവ്വുറിന്റെ ധാത്തിനെയാണ്. തസവ്വുർ സാദജിന്റെ ധാത്തിനെയാണ് എന്ത് ചെയ്യുന്നത്? തസ്ദീഖിൽ എഴുത്തിബാറ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അവിടെ എന്ത് വിഷയം വരൂല? അദ്മുൽ ഹുക്മ് എന്നുള്ള വിഷയം അവിടെ വരൂല. ലാ സിഫത്തുഹു വലാ ഖൈദുഹു, അത് സിഫത്തും അവിടെ എഴുത്തിബാറില്ല, ഖൈദും എന്തില്ല, അവിടെ എഴുത്തിബാറില്ല. അപ്പൊ തസ്ദീഖ് എന്ന് പറഞ്ഞാലത്ത് അവിടെ തസവ്വുർ സാദജിന്റെ ധാത്ത്, അതിന്റെ വസ്തുക്കൾ അവിടെ എഴുത്തിബാറ് വരുന്നില്ല. വസ്തു എഴുത്തിബാറ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. കാരണം ഫൈനൽ മൗസൂഫ, തീർച്ചയായിട്ടും വസ്തു പറയപ്പെടുന്നതായ ഒന്ന് ഇതാ ഖാന,
ആ വസ്ഫ് പറയപ്പെടുന്നതായ ഒന്ന് ആയാൽ ജുസ്അം മിന ശൈഇ, ഒരു വസ്തുവിൽപ്പെട്ടതായ ജുസ് ആയാൽ, ഒരു വസ്തു പറയപ്പെടുന്നതായ ഒന്ന്, ഇപ്പൊ ഉദാഹരണം പറയാം, തസവൂർ സാധ്യത കാണാല്ലോ ഇപ്പൊ ഇവിടെ വസ്തു പറയപ്പെടുന്നത്. തസവൂർ സാധ്യത എന്ന് പറയുന്നത് എന്താണ്? അതിനൊക്കെയുള്ള സിഫത്താണ് അത് മുലുക്കുമ്. അപ്പൊ അത് മുലുക്കുമ് സിഫത്തുമാണ്, തസവൂർ സാധ്യത മൗസൂഫുമാണ്. അപ്പൊ ഈ മൗസൂഫ് എന്ന് പറയുന്നത് ഇതാക്കാൻ അതായാൽ ജുസ്അം മിന ശൈഇ, ഒരു ശൈഇൽപ്പെട്ട ജുസ് ആയാൽ, ഒരു ശൈഇൽപ്പെട്ടതായ ഒരു ജുസ് ആയി വന്നു, ഒരു ശൈഇൽപ്പെട്ടതായ ജുസ് ആയിട്ട് ഒരു ശൈഇ തന്നെ ഇവിടെ ഉദാഹരണം പറയാം, തസ്ദീഖ്. ഇവിടെ തസ്ദീഖാണല്ലോ, ആ തസ്ദീഖിൽ ഇവിടെ തസവൂർ സാധ്യത ഇത്തിബാറുണ്ടല്ലോ. അപ്പൊ ആ ഇത്തിബാറുണ്ട് എന്ന അടിസ്ഥാനത്തിലൂടെ ചിന്തിക്കുമ്പോ അപ്പം പിന്നെ ഒരു ശൈഇന്റെ ജുസ് ആയി ഇത്തിബാർ ചെയ്യപ്പെടുന്ന മൗസൂഫ് ലാ യൽസമു, മനസ്സിലാക്കണം, ലാ യൽസമു അത് നിർബന്ധമാക്കുകയില്ല, ലാ യൽസമു അത് നിർബന്ധമാക്കൂല. എന്തിനെ നിർബന്ധമാക്കൂല? അയ്യക്കൂന, ഈ പറയപ്പെട്ട മൗസൂഫ് ആവുക എന്നുള്ളതിനെ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, മൗസൂഫ് എന്ന് പറയുന്നത് ഒരു ശൈഇൽപ്പെട്ട ജുസ് ആകുകയാണെങ്കിൽ അവിടെ ഈ ശൈഇനുള്ളതായ സിഫത്ത്, ഈ ശൈഇനുള്ളതായ സിഫത്ത് ഉണ്ടല്ലോ, ആ സിഫത്ത് ആവല് നിർബന്ധമാക്കൂല. എന്താവുക? ജുസ്അം മിൻഹു, ഏത്? ആ ഒരു ശൈഇന്റെ, മനസ്സിലായില്ലേ, ആ ഒരു ശൈഇന്റെ ജുസ് ആയിട്ട് അതിന്റെ പറ്റൂല, ഈത്തിബാർ ചെയ്യപ്പെടാൻ പറ്റൂല. ഇവിടെ ഇപ്പൊ തസ്ദീഖ്, ആ തസ്ദീഖിൽപ്പെട്ട ജുസ് ആയിട്ട് ഇവിടെ തസവൂർ സാധിച്ച് വരുന്നുണ്ട്. അങ്ങനെ വരുന്നു എന്ന കാരണം കൊണ്ട് അതിന്റെ സിഫത്ത് ഏത്? ആ തസവൂർ സാധിക്കുള്ള സിഫത്ത്, ആ സിഫത്ത് ഈ പറയപ്പെട്ട തസ്ദീഖിന്റെ എന്തായിട്ട് വരൂല, ഒരു ജുസ് ആയിട്ട് വരൂലാന്ന്. ജുസ് ആയിട്ട് വരികയാണെങ്കിലല്ലേ പ്രശ്നം വരിക. ഉദാഹരണം പറയാ, അല്ല തെറ മനു നിനക്ക് അറിഞ്ഞൂടെ, എന്താ അറിയാ, ഹസബി, തീർച്ചയായിട്ടും പിന്നെ ഒരു മരത്തിന്റെ കഷണങ്ങൾ, ഒരു മരത്തടിയുടെ കഷണങ്ങൾ, ജുസുക്കളാണല്ലോ. ഒരു കട്ടിൽ ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ ആ കട്ടിലിന്റെ മരത്തിന്റെ ഓരോരോ കഷണങ്ങൾ, പലകകൾ, അതിന്റെ പിന്നെ കാലുകൾ അടങ്ങുന്നതായ ഈ കഷണങ്ങൾ, അതിപ്പോ സത്യത്തിൽ പറഞ്ഞാല് ജുസ് ആണ് അല്ലെ. അതായത് കഷബി, അതായത് ഒരു മരത്തിന്റെ തടിയുടെ ജുസുക്കള്, അതിന്റെ കഷണങ്ങള്, അത് ജുസുക്കളാണ്. സത്യത്തിൽ പറഞ്ഞാല് ശരീറു, ആ ജുസുക്കളെ സംബന്ധിച്ച്, മനസ്സിലായില്ലേ, ആ ജുസുക്കളാവുന്ന കഷ്ണത്തെ സംബന്ധിച്ച് എന്തെന്ന് പറയില്ല, കട്ടില് എന്ന് പറയില്ലല്ലോ, അതിനെ സംബന്ധിച്ച് കട്ടില് എന്ന് പറയില്ല. അതേപോലെ തസ്ദീഖ് എന്ന് പറഞ്ഞാല് ആ തസ്ദീഖില് ഈ പറയപ്പെട്ട തസവൂർ സാധത്തിനെ സിഫത്തിന്റെ കൈവില്ലാത്ത രൂപത്തില് ഈത്തിബാർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ തസ്ദീഖ് എന്ന് പറഞ്ഞാൽ തസവൂർ സാധത്താണെന്ന് ആരും പറയോ? ആരും പറയില്ലല്ലോ, ആരും പറയില്ലല്ലോ. അതവന് വലൈസ. അപ്പൊ അതുകൊണ്ട് വലൈസ കൗനു തിൽക്കൽ കിതഇ ജുസ്അൻ മിനു, അല്ലേ? വലൈസ കൗനു തിൽക്കൽ കിതഇ, ഈ പറയപ്പെട്ടതായ കഷണങ്ങൾ അല്ല. വലൈസ, ഈ പറയപ്പെട്ട അതായത് ഈ പറയപ്പെട്ട പിന്നെ മരത്തിന്റെ കഷണങ്ങള് സത്യത്തിൽ പറഞ്ഞാല് അത് ഒരു വസ്തുക്കളുടെ ജുസുവാണ്, അല്ല അത് ജുസുക്കളാണ്. പക്ഷെ അതിന് കട്ടിലെന്ന് പറയാൻ പറ്റൂല. അതോടുകൂടെ ഈ പറയപ്പെട്ട കഷണങ്ങളാവുന്നത് വലൈസ കൗനു തിൽക്കൽ പിന്നെ കിതൈ, ഈ പറയപ്പെട്ട കഷ്ണങ്ങള് ആവൂല. എന്താവൂല? ജുസ്അൻ മിന്നു, അതിൽപ്പെട്ടതായ ജുസ് ആണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. ജുസ് ആണെന്ന് പറയാൻ പറ്റൂല. വലൈസ കൗനു തിൽക്കൽ കിതൈ, ആവലാകുന്നത് പിന്നെ ജുസ്അൻ മിന്നു, ഈ പറയപ്പെട്ടതായ ഒരു പിന്നെ വസ്തുവിന്റെ ജുസ് ആണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല.
അതായത് പിന്നെ ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ ലൈസ കൗന് തിരിക്കൽ കിത്തൈ ജുസ്അം മിന്നു എന്ന് പറഞ്ഞാല് അവിടെ ഇബാറത്ത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. എങ്ങനെയാണെന്നറിയോ? അതായത് ലൈസ വുജൂദു തിരിക്കൽ കിത്തൈ ജുസ്അം മിൻഹൂന്ന് വൈല്ലാലൊക്കെ അങ്ങനെ. അതെ, അതായത് ഈ പറയപ്പെട്ട മരത്തിന്റെ കഷണങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അത് അതിന്റെ ജുസ് അല്ല, ആ മാനാക്കാണ്. ഈ പറയപ്പെട്ട മരത്തിന്റെ കഷ്ണങ്ങള് ഉണ്ടാവുക മൗജൂദാവുക എന്നുള്ളത് ഈ പറയപ്പെട്ട കത്തിരിന്റെ ജുസ് ആണെന്ന് പറയാൻ പറ്റൂല. ജുസ് ആണെന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ജുസ് ആണെന്ന് പറയുകയാണെങ്കിൽ ഈ കട്ടിൽ മഴതുമാകേണ്ടി വരും. കാരണം ഉജൂദ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇത്തിബാരിയായ അമ്രാണല്ലോ. ഉജൂദ് എന്നുള്ളത് സത്യത്തിൽ പറഞ്ഞാല് ഇത്തിബാരിയായ അമ്രാണ്. എങ്കിൽ കഥ എന്നാൽ ഇപ്രകാരം തന്നെയാണ് അൽ ഹാലു അവസ്ഥ ഫി ശർത്തി, ഷർത്തിലുള്ളതായ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ഷർത്തിലുള്ളതായ അവസ്ഥ ഇപ്പൊ നമ്മൾ പറഞ്ഞ തസവ്വുനെ പറ്റി പറഞ്ഞല്ലോ, ഞാൻ തസ്ദീഖിനെ പറ്റി പറഞ്ഞാടത്ത്. അപ്പൊ ആ ഷർത്തിലുള്ള അവസ്ഥയും ഇപ്രകാരമാണ്. ഇപ്രകാരം വെച്ചാൽ അത് വിശദീകരിക്കുന്നു. ഫൈനൽ മൗസൂഫ, തീർച്ചയായിട്ടും വസ്തു പറയപ്പെടുന്ന ഒന്ന് ഇതാ കാന, അതായത് വസ്തു പറയപ്പെടുന്നതായ ഒന്ന് ഇതാ കാന ഷർത്തൻ, അത് ഷർത്തായിട്ട് വന്നു നിൽക്കുക. ഇവിടെ മൗസൂഫ് ഏതാണ്? തസവ്വുർ സാധകല്ലേ, അത് ഷർത്തായിട്ട് വന്നു. ഏതായിട്ട് വന്നു? ഏതിന്റെ ഷർത്ത്? ഈ ഷെയ്, ഒരു ഷെയ്യിനുള്ള ഇവിടെ തസ്ദീഖ്. ആ തസ്ദീഖിന്റെ ഷർത്തായിട്ട് ഏത് വന്ന്? ഇവിടുത്തെ മൗസൂഫ് വന്നു. അങ്ങനെ വെക്കുമ്പോ ലാ യജിബു അൻ യകൂന സിഫത്തുഹു ഷർത്തൻ ലഹു. ലാ യജിബു, അപ്പൊ അവിടെ നിർബന്ധമാകൂല. അൻ യകൂന സിഫത്തുഹു, ആ മൗസൂഫിന്റെ സിഫത്ത് അവര് ഷർത്തൻ ലഹു, ആ വസ്തുവിനക്ക് ഷർത്താണെന്ന് എന്ത് ചെയ്യാൻ പറ്റൂല? പറയാൻ പറ്റൂല. ഇല്ലേ? അതിന്റെ ഷർത്ത് എന്ന് പറയാൻ പറ്റൂല. നമുക്ക് ഒരു ഉദാഹരണം പറയാം. ഫൈദാ കുൽത്ത, നീ പറഞ്ഞു അൽ ഇൻസാനു കാത്തിബ്, ഇൻസാന് കാത്തിബാണ്. ഇൻസാന് കാത്തിബാണെന്ന് പറഞ്ഞ അൽ ഇൻസാനു കാത്തിബ്, ഇൻസാന് കാത്തിബാണ്. ഇതിപ്പോ തസ്ദീഖാണ്. അൽ ഇൻസാനു കാത്തിബ് തസ്ദീഖാണ് അല്ലേ? എങ്കിൽ തസ്ദീഖ്, ഈ പറയപ്പെട്ട തസ്ദീഖിലുള്ളതായ ഒരു ജുസ് അല്ലെങ്കിൽ അത് ഷർത്തും, അതിന്റെ ഷർത്ത് അത് ഏതാണ്? തസവ്വുർ ഇൻസാൻ, ഇൻസാൻ തസവ്വുറാക്കാനല്ലേ. ആദ്യം ഇൻസാൻ ആരാണെന്ന് തസവ്വുറാക്കാനല്ലോ, പിന്നെ കാത്തിബിനെയും തസവ്വുറാക്കാനല്ലോ. അപ്പൊ ഈ പറയപ്പെട്ടതായ തസ്ദീഖിന്റെ ജുസ് അല്ലെങ്കിൽ അതിന്റെ ഷർത്ത് അത് സത്യത്തിൽ പറഞ്ഞാൽ ഏതാണ്? ഇൻസാനെ തസവ്വുറാക്കലാണ്, ഇൻസാനെ തസവ്വുറാക്കലാണ്. അതോടുകൂടെ ഈ തസ്ദീഖു നമ്മൾ പറഞ്ഞ ഈ തസ്ദീഖ് ഏത്? നമ്മൾ പറഞ്ഞ അൽ ഇൻസാനു കാത്തിബുൻ എന്ന് പറയുന്നത്, അൽ ഇൻസാനു കാത്തിബുൻ എന്ന് പറഞ്ഞാൽ അത് തസ്ദീഖാണ്. അൽ ഇൻസാനു കാത്തിബുൻ എന്ന് പറഞ്ഞാൽ അത് തസ്ദീഖാണ്. അതിൽപ്പെട്ട ഒരു ജുസ് ആണ്, അല്ലെങ്കിൽ ഷർത്താണ് ഏത്? ഇൻസാനെ തസവ്വുറാക്കുക, അതുപോലെ കാത്തിബിനെ തസവ്വുറാക്കുക അല്ലേ? അപ്പൊ അങ്ങനെ വെക്കുമ്പോ തസ്ദീഖു, ഈ പറയപ്പെട്ട തസ്ദീഖ് നഫ്സുഹു, ഈ തസ്ദീഖ് തന്നെ, മനസ്സിലായില്ലേ? ഈ തസ്ദീഖ് തന്നെ മൗസൂഫുൻ, അത് വസ്തു അറിയപ്പെട്ടിട്ടുണ്ട്. വസ്തു അറിയപ്പെട്ടതാണ്. ഏതുകൊണ്ട് വസ്തു അറിയപ്പെട്ടതാണ്? ബിൽ അദമിൽ ഹുക്മി, അദമുൽ ഹുക്മ കൊണ്ട്. അദമുൽ ഹുക്മ കൊണ്ട് വസ്തു അറിയപ്പെട്ടിട്ടുണ്ടല്ലോ. കാരണം എന്താണ്? അതായത് നമ്മൾ അൽ ഇൻസാനു കാത്തിബ് എന്ന് പറഞ്ഞാല് അത് തസ്ദീഖാണ്. അതിന്റെ ജുസോ ഷർത്തോ ആയിട്ട് പരിഗണിക്കപ്പെടുന്ന ഒന്നാണ് ഇൻസാനെ തസവ്വുറാക്കൽ അല്ലേ? അപ്പൊ ആ അടിസ്ഥാനത്തില് തസവ്വുറുൽ ഇൻസാന് ഷർത്താണ്. അപ്പൊ ഈ തസ്ദീഖ് എന്ന് പറഞ്ഞാൽ അതാണ് സത്യത്തിൽ എന്ത്? അദമുൽ ഹുക്മ കൊണ്ട് വസ്തു അറിയപ്പെടുന്നത്, അദമുൽ ഹുക്മ കൊണ്ട് വസ്തു അറിയപ്പെടുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ തസ്ദീഖ് പൂർണ്ണമാവണമെങ്കിൽ ഇൻസാനും വേണം, കാത്തിബും വേണം. വെറും ഇൻസാന് മാത്രം ഉണ്ടായതുകൊണ്ട് തസ്ദീഖ് പൂർണ്ണമാകുന്നില്ല, വെറും കാത്തിബ് മാത്രം ഉണ്ടായതുകൊണ്ട് തസ്ദീഖ് എന്താകുന്നില്ല? പൂർണ്ണമാകുന്നില്ല. എന്താ കാരണം? ലി അന്നൽ ഹുക്മ, നല്ലൊരു ന്യായീകരണം പറയാണ്. ലി അന്നൽ ഹുക്മ, തീർച്ചയായിട്ടും ഹുക്മു എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഹുക്മു എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ വിഷയം എന്താണെന്നറിയോ? ഇവിടെ അതായത്
തസവ്വുർ അദമുൽ ഹുക്കും കൊണ്ട് വസ്ഫ് സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എന്താണ്? അത് നമ്മൾ പറയാൻ പോണത്. അദമുൽ ഹുക്കും കൊണ്ട് തസവ്വുർ വസ്ഫ് സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എന്താണ്? ഈ ഹുക്കും എന്ന് പറയുന്നത് അതിന് കാര്യമായിട്ടില്ല. ഇതാണ് അതിന്റെ മാന. ഹുക്കും അതിന് കാര്യമായിട്ടില്ല, അതേ അവിടെ മാന ഉള്ളൂ എന്നല്ലാതെ നിങ്ങൾ ഉദ്ദേശിച്ച അതേപോലെ മാന അവിടെ വെക്കാൻ പറ്റൂല. അവന്റെ അന്നൽ ഹുക്കുമ, തീർച്ചയായിട്ടും ഈ ഹുക്കുമ് എന്ന് പറഞ്ഞത് ലം യഅരിദുഹു, അതിനിക്ക് അരിതായിട്ടില്ല. ഹുക്കുമ് എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട തസവ്വുരിനിക്ക്, മനസ്സിലായില്ലേ? അതിനിക്ക് എന്തായിട്ടില്ല? അരിതായിട്ടില്ല. മനസ്സിലായില്ലേ? അതായത് അദമുൽ ഹുക്കുമ് കൊണ്ട് തസവ്വുർ വസ്ഫ് സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, അദമുൽ ഹുക്കുമ് കൊണ്ട് തസവ്വുർ വസ്ഫ് സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എന്താണ്? ഹുക്കുമ് എന്ന് പറഞ്ഞാല് അതിനിക്ക് ആരിതായിട്ടില്ല, അത്രയാണ്. ഹുക്കുമ് എന്ന് പറഞ്ഞ വിഷയം അതിനിക്ക് എന്തായില്ല? ആരിതായില്ല. പിന്നെന്താ ആരിതായത്? വൈൻബൽ ഇന്നമാ അറള, എങ്കിലും ഈ ഹുക്കുമ് എന്നുള്ളത് ആരിതായിട്ടുള്ളത് ഏതിനിക്കാണ്? ലി മജ്മൂഇൽ ഇദ്റാഖാത്തി സലാസി, എങ്കിലും ഇന്നമാ അറള, ഈ ഹുക്കുമ് എന്നുള്ളത് ആരിതായിരിക്കുന്നത് ലി മജ്മൂഇൽ ഇദ്റാഖാത്തി സലാസി, 3 ഇദ്റാക്കുകൾ കൂടിയതിനിക്കാണ്. 3 ഇദ്റാക്ക് എന്നത് ഇവിടെ നമ്മൾ പറഞ്ഞ ഈ തസ്ദീഖിന് ഇൻസാനെ തസവ്വുറാക്കുക, ഖാത്തിനെ തസവ്വുറാക്കുക, നിസ്ബത്തുൽ ഹുക്മിനെ തസവ്വുറാക്കുക, ഈ പറയപ്പെട്ട 3 ഇദ്റാക്കിനും കൂടിയാണ് ഏതുണ്ടായി തീരുക? ഹുക്കുമുണ്ടാകുക. ഏതെങ്കിലും ജുസിലേക്ക് മാത്രം ഹുക്കുമുണ്ടാവൂല. ഏതെങ്കിലും ജുസിലേക്ക് നോക്കിയിട്ട് മാത്രം ഹുക്കുമുണ്ടാവൂല. ഹുക്കുമുണ്ടാവണമെങ്കിൽ എല്ലാറ്റിനും മജ്മൂയിലേക്ക് നോക്കിയിട്ടാണ് ഹുക്കുമുണ്ടാകുക. പക്ഷേ ലാക്കിൻ ഹാദിഹി സിഫത്ത്, എങ്കിലും ഈ പറയപ്പെട്ടതായ സിഫത്ത്, ഇത് അദമുൽ ഹുക്കും എന്ന് പറഞ്ഞല്ലോ, ഈ പറയപ്പെട്ടതായ സിഫത്ത് ഖാരിജത്തുൻ, അത് പുറപ്പെട്ടതാണ്. അൻ മായ്യത്ത് തസ്ദീഖ്, തസ്ദീഖിന്റെ മായ്യത്ത് ഉറപ്പല്ലേ? കാരണം തസ്ദീഖിന്റെ മായ്യത്തിൽ ഒരിക്കലും ഏത് ഇത്തിബാർ ചെയ്ത് വരുന്നില്ല, ഈ അദമുൽ ഹുക്കും എന്ന് പറയുന്ന ഇത്തിബാർ ചെയ്ത് വരുന്നില്ല. അപ്പൊ ഈ അദമുൽ ഹുക്കുമിനെ ഇത്തിബാർ ചെയ്യൽ വരുന്നില്ല എന്ന് വെക്കുമ്പോൾ പിന്നെ അവിടെ ഇജ്തിമാഉൻ നഖീറൈനിന്റെ വിഷയം വരുന്നില്ലല്ലോ. പിന്നെ ഇജ്തിമാഉൻ നഖീറൈനിന്റെ വിഷയം അവിടെ വരുന്നില്ല. തസ്ദീഖിന്റെ മായ്യത്തെ തൊട്ട് ഖാരിജാണ് ഈ അദമുൽ ഹുക്കും എന്ന് പറഞ്ഞത്. കാരണം ഹുക്കുമുണ്ടാകുന്നത് ഏതിനിക്കാണ്? ഈ പറയപ്പെട്ട 3 ഇദ്റാക്കുകളും 3 തസവ്വുറുകളും കൂടിയതിനിക്കാണ്. ഒന്ന് ഇൻസാന്റെ തസവ്വുർ, ഒന്ന് കാത്തിബിന്റെ തസവ്വുർ, ഒന്ന് നിസ്ബത്തുൽ ഹുക്മിയയുടെ തസവ്വുർ. അപ്പൊ മനസ്സിലായില്ല? അപ്പൊ ലാക്കിൻ ഹാദിഹി സിഫത്തു ഖാരിജത്തും അൻ മാഹിയത്തി തസ്ദീഖ്, തസ്ദീഖിന്റെ മാഹിയത്തെ തൊട്ട് പൂർണ്ണമായും ഈ പറയപ്പെട്ട സിഫത്ത് അദമുൽ ഹുക്കും എന്നുള്ള സിഫത്ത് അത് ഖാരിജായി. പിന്നെ അവിടെ പ്രശ്നമില്ലല്ലോ. പിന്നപ്പോ അവിടെ നമ്മൾ തസ്ദീഖ് എന്ന് പറഞ്ഞ അരത്തെ ഹുക്കുമിനെ ഈത്തിബാർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഈ ഹുക്കുമും അദമുൽ ഹുക്കുമും ഈത്തിബാർ ചെയ്യപ്പെടാന്നുള്ള വിഷയം അവിടെ വരുന്നില്ലല്ലോ. അവിടെ വരുന്നില്ല. മൗസൂഫുഹ. അപ്പൊ വേറെ ചോദ്യം വരും, എന്നാ മൗസൂഫ, ഇതിന്റെ മൗസൂഫ് ഏത്? ഈ പറയപ്പെട്ട അദമുൽ ഹുക്കും ഉണ്ടല്ലോ, ഈ അദമുൽ ഹുക്കുമിന്റെ മൗസൂഫാകുന്നത് വഹുവ ദാത്തു ദാലിക തസവ്വുർ, ആ തസവ്വുറിന്റെ ദാത്താണ്. ഏത് തസവ്വുർ? ഇപ്പൊ നമ്മൾ തസ്സാറജ് ഉണ്ടല്ലോ, ആ തസവ്വുർ സാദജിന്റെ ദാത്തിനെ സംബന്ധിച്ചാണ് എന്തെന്ന് പറയുന്നത്? മൗസൂഫ് എന്ന് പറയുന്നത്. അത് ദാഖിലും ഫീഹി, അത് ഈ തസ്ദീഖിന് ദാഖിലാണ്. അതുകൊണ്ട് തന്നെ വലാ യൽസമു തറക്കുബു തസ്ദീഖി, തസ്ദീഖ് എന്നുള്ളത് ഉണ്ടാവല് ഒരിക്കലും വരാൻ ഒരു ചാൻസുമില്ല. മിനൽ ഹുക്മി, ഹുക്മിനാലും വനഖീറിഹി, നഖീറയാലും ആ ഭാഗം തന്നെ വരെ വരുന്നില്ല. പിന്നെയോ ബലിൽ ഹുവ, എങ്കിലും ഈ പറയപ്പെട്ട തസ്ദീഖ് എന്നുണ്ടാകുന്നത് അത് ഹുക്മിനെ തൊട്ട് മാത്രമാണ്. മനസ്സിലെ? നേരെ മറ്റൊരു മൗസൂഫാകുന്നത് അതതിന്റെ നക്കീറാണ്, ആയിക്കോട്ടെ, അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. മൗസൂഫ് നക്കീറയാണ്, മൗസൂഫ് ആയിക്കോട്ടെ. മൗസൂഫ് എന്ന് പറഞ്ഞാൽ തസവ്വുറിന്റെ റാത്തിനക്ക് ബാധകമായതാണല്ലോ, അത് തസ്ദീഖിനക്ക് ബാധകമായതല്ലല്ലോ. അത് തസ്ദീഖിനക്ക് ബാധകമല്ലല്ലോ.
അതാണ്. അപ്പൊ അതേപോലെയാണ് ഇപ്പൊ പറഞ്ഞത്. എന്തെന്ന് പിന്നെ വൽ മൗസൂഫു നക്കീറുഹു, അതിന്റെ മൗസൂഫ് നക്കീറയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലാ ഇസ്തിഹാലത ഫീ ദാലിക, ഇങ്ങനെ നമ്മൾ ഇത്തിബാർ ചെയ്യുമ്പോൾ ഇതേ രൂപത്തിൽ നമ്മൾ ഇത്തിബാർ ചെയ്യുന്ന സമയത്ത് ഒരു മുഹാൽ അവിടെ വരുന്നില്ല. എന്താ കാരണം? ഇവിടെ ലാദ്യമാകുന്നത് ഒരു ശൈലി കരസ്ഥമാകുക, അതുപോലെ നക്കീറ കരസ്ഥമാകുക എന്നുള്ളത് രണ്ട് വശത്തിലൂടെയാണെന്ന് മാത്രം. രണ്ട് വശത്തിലൂടെയാണ്, രണ്ട് തെരീക്കിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇജ്തിമാഉ നക്കീറിന്റെ രൂപം തന്നെ എന്തില്ല, വരുന്നില്ല. നേരെ മറിച്ചുകൊണ്ട് സിഫത്ത് എന്ന് പറഞ്ഞ ഏത് അതുമുലുക്കുമി എന്നുള്ള അതുമുലുക്കുമി എന്ന് പറഞ്ഞ സിഫത്ത് ഉണ്ടല്ലോ, ഈ അതുമുലുക്കുമി എന്ന് പറഞ്ഞ സിഫത്ത് മായിയത്തിന്റെ തസ്ദീഖില് അതിനെ ഇഅ്തിബാർ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അത് ദാഖിലാവുകയോ ചെയ്താൽ അപ്പൊ ഓക്കെ, അപ്പൊ അവിടെ ഇജ്തിമാഉ നക്കീറൈനുണ്ട്, അപ്പൊ അവിടെ ഇജ്തിമാഉ നക്കീറൈനുണ്ട്. അക്കാര്യം ഉറപ്പാണ്. ഈ രണ്ടഭിപ്രായം പിന്നെ അവിടെ വരാൻ സാധ്യതയില്ല. അതാണ് വല ഇസ്തിഹാലത ഫീ ദാലിക, അതിലൊരു ഇസ്തിഹാലത്ത് മുഹാലും വരുന്നില്ല. കാരണം എന്താ? ഇനി ഒരു ഉദാഹരണം പറയാൻ പോവുകയാണ്. ഫഇന്ന കുല്ല വാഹിദിൻ മിൻ അജ്സാഇൽ ബൈത്ത്, അല്ലെ, ഒരു വീട്, ആ വീടിലുള്ള ഓരോ ജുസുക്കളും, അല്ലെ, ആ വീടിലുള്ളതായ ഓരോ ജുസുക്കളും മൗസൂഫ് നക്കീറിൽ ആഖിരി, മറ്റേതിന്റെ നക്കീറെ കൊണ്ട് വസ്ഫ് പറയപ്പെട്ടതാണ്. മൗസൂലും ബിനക്കീറിൽ ആഖിരീൻ, മൗസൂലും ആഖറിന്റെ നക്കീറ കൊണ്ട്. ഇപ്പൊ ഒരു വീട് എന്ന് പറഞ്ഞാൽ ആ വീടുണ്ടാകുന്നത് ഇപ്പൊ എങ്ങനെ ഉണ്ടാകുന്നത്? ഒരു വീട് എന്ന് പറഞ്ഞാൽ അത് മേൽക്കുര വേണം, വീട് ചുമര് വേണം. അതായത് മേൽക്കുര അത്യാവശ്യമാണ്, ഒരു ചുമര് ആവശ്യമാണ്. ഈ പറയപ്പെട്ട ചുമരായാലും മേൽക്കുരയായാലും അത് ആഖറിന്റെ നക്കീറ കൊണ്ട് വസ്ഫ് അറിയപ്പെടും. കാരണം എന്താ? ഇവിടെ സഖഫിന്റെ മേലിൽ പറയപ്പെടാം അത് ജിദാറില്ലാന്ന്, ജിദാറിനെ സംബന്ധിച്ച് പറയപ്പെടും അത് സഖഫല്ലാന്ന്. അതാണ് ആ പറഞ്ഞുകൊണ്ടുള്ളതായ താല്പര്യം. വല ഇസ്തിഹാലത ഫീ ദാലിക, വല ഇസ്തിഹാലത്ത് വരുന്നില്ല. കാരണം ഒരു വീടിന്റെ ജുസുക്കൾ എന്ന് പറഞ്ഞാൽ അത് ആഖറിന്റെ നഖീറ കൊണ്ട് എന്താണ് വസ്ഫ് പറയപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വഖദാ മൗസൂഫുഹാ, അപ്പൊ അപ്രകാരം തന്നെയാണ് ആ സിഫത്തിന്റെ മൗസൂഫ് ആകുന്നത്. അത് ഷർത്തുൻ, പിന്നെ ഏത് മൗസൂഫ്, മൗസൂഫ് കൊണ്ടുള്ള ഉദ്ദേശം ഏതാണ്? ഇവിടെ മൗസൂഫ് കൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ പറഞ്ഞ തസവുർ സാധജ്. ഈ തസവുർ സാധജ് അത് ഷർത്താണ്. ഏതിനക്ക്? ഈ തഹക്കുക്കിൽ ഹുക്കുമുണ്ടാവാനുള്ള, തസ്ദീഖിലൂടെ ഇത്തിബാർ ചെയ്യുമ്പോൾ ഹുക്കുമ് തഹക്കുക്കാവാനുള്ള ഷർത്താണ് സത്യത്തില്. പിന്നെന്തല്ല, സിഫത്തല്ല അവിടെയാണ്, സിഫത്ത് തഹക്കുക്കാവാനുള്ള ഒന്നല്ലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫലാ യൽസമു ഇസ്തിറാത്തു ശൈഇ ബിനഖീലിഹി, ഒരു ശൈഇന് അതിന്റെ നഖീറ കൊണ്ട് ഷർത്ത് വെക്ക എന്നുള്ള വിഷയം വരൂല. നമ്മൾ പറഞ്ഞില്ലേ അതുമുലുക്കുമുണ്ട് ഷർത്ത് വെക്ക എന്നുള്ള വിഷയം, അതാണ് അവിടെ പ്രശ്നം സംഭവിച്ചത്. ആ പ്രശ്നം ഇവിടെ വരാൻ സാധ്യതയില്ല. പിന്നെയോ ബൈൽ മൗസൂഫു, അതിന്റെ മൗസൂഫ് എന്ന് പറഞ്ഞാൽ തന്നെ നഖീറയാണ്. വല ഇസ്തിഹാലത ഫീ ദാലിക അയ്ളാ. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഫഇന്ന ഷർത്ത സലാത്തി, മീറിന്റെ ഇവിടുത്തെ മീറിന്റെ ബയാൻ വളരെ വ്യക്തമായ വിവരണമാണ്. ഇപ്പൊ തന്നെ 2-3 ഉദാഹരണങ്ങളെ കൊണ്ട് മൂപ്പര് ഈ വിഷയം വിശദീകരിച്ചു. ഇനിയും ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇനി വീണ്ടും വിശദീകരിക്കുന്നത് വേറെ രൂപത്തിലൂടെ. ഫഇന്ന ഷർത്ത സലാത്തി, ജസ്റ്റ് അതായത് നിസ്കാരത്തിന്റെ ഷർത്ത്, ത്വഹാരത്തി, തഹാറത്താണല്ല. നിസ്കാരത്തിന്റെ ഷർത്ത് എന്ന് പറഞ്ഞാൽ അത് ത്വഹാറത്താണ്. മസലൻ ഒരു ഉദാഹരണം പറയാം. അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്ത് എന്ന് പറയുന്നത് ത്വഹാറത്താണ്. അപ്പൊ ഈ ത്വഹാറത്ത് എന്ന് പറയുന്നത് മൗസൂഫ്, അത് വസ്ഫ് അറിയപ്പെട്ടതാണ്. ബി അന്നൂരി സലാത്തിൻ, ശരിയല്ല അല്ലേ? നിസ്കാരമല്ല എന്നത് കൊണ്ട് വസ്ഫ് അറിയപ്പെട്ടില്ല, അപ്പൊ നക്കീറ കൊണ്ട് വസ്ഫ് അറിയപ്പെട്ടുവോന്ന്. നിസ്കാരത്തിന്റെ ഷർത്ത്, ത്വഹാറത്താകുന്ന ഷർത്ത്, അത് ഒരു നക്കീറ കൊണ്ട് വസ്ഫ് അറിയപ്പെട്ടു. നക്കീറ ഏതാണ്? നിസ്കാരമല്ല എന്നുള്ളത്. നിസ്കാരമല്ല എന്നുള്ളതാണ് അവിടെ നക്കീറ, അതുകൊണ്ട് വസ്ഫ് അറിയപ്പെട്ടു.
ഇതാണ് ശാരിഹിന്റെ കൗലിൽ നിന്ന് വ്യക്തമാകുന്നതായ വിഷയം. എവിടെ? ഷറുൽ മത്താലിയിൽ മൂപ്പര് പറഞ്ഞ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതാണ്. എന്നാൽ വൈന്നമാ ബുനിയൽ കലാമു, ഇതാണ് തഹ്ഖീഖ്. എന്നാൽ വൈന്നമാ ബുനിയൽ കലാമു, എങ്കിലും നമ്മളിവിടെ കലാമിനെ എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ നമ്മൾ തസ്ദീഖ്, ആ തസ്ദീഖിന് മുത്തലക്കായ തസവൂറിനെ ഇത്തിബാർ ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് നമ്മളെ വിഷയം. എന്നിട്ട് പറയാണെന്ത്? അതായത് വൈന്നമാ ബുനിയൽ കലാമു, ഈ കലാമിനെ നമ്മൾ ഇത്തിബാർ അത് എടുക്കപ്പെട്ടിരിക്കുന്നത് ഇവിടത്തില് ഏതിന്റെ മേലാണ്? അലാമ, ഒരു വിഷയത്തിന്റെ മേലാണ്. ഹുവ, അത് ളാഹിറുൽ ഹാലി തഖ്സീമാത്ത്, തഖ്സീമുകളുടെ വിഷയത്തിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അവിടെ ഉണ്ട്. എന്താ കാഴ്ചപ്പാട്? മിൻ അന്നൽ മുഅ്തബറ ഫീ കുല്ലി ഖിസ്മി, ഏത് കിസ്മായാലും ആ കിസ്മുകളിലൊക്കെ എഴുത്തിബാർ ചെയ്യപ്പെടുന്നത് ഹുവ മൗലിദുൽ കിസ്മത്തി, കിസ്മത്തിന്റെ മൗലിദാണല്ലോ. അന്നൽ മുഅ്തബറ ഫീ കുല്ലി കിസ്മിൻ, ഓരോ കിസ്മുകളിലും എഴുത്തിബാർ ചെയ്യപ്പെടുന്നത് അത് കിസ്മത്തിന്റെ മൗലിദാണ്. അതെങ്ങനെ? തഖ്രീബൻ, അതെന്തിനാ അങ്ങനെ പറയുന്നത്? തഖ്രീബൻ, അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഫഹ്മിൽ മുബ്തദി, ഒരു പ്രാരംഭ വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യുക? അടുപ്പിക്കും. എന്നാൽ ഫമൻ, ചില ആളുകൾ ഷജ്ജാലി, ഇതിന്റെ മേല് അവൻ മോശമായി വ്യക്തമാക്കിയിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട് ഈ പറയപ്പെട്ട വിഷയത്തിന്റെ മേലിൽ. എവിടെത്തി? അംസാലി ആദിഹിൽ മവാദി, ഇതുപോലുള്ളതായ സ്ഥലങ്ങളിൽ. എങ്കിൽ ആ പറഞ്ഞതൊക്കെ ഫദാലിക്കലും ഫർത്ത് ചെയ്തി അപാരമായ വിവരക്കേടിൽ നിന്നുണ്ടായതാണ്. ഫർത്ത് ജഹലിൽ നിന്നുണ്ടായതാണ്. ജഹല് മുറക്കബു അല്ല, ശുദ്ധത്തായ ജഹല് അതിനുണ്ടായതാണ്. എങ്ങനെ? ബി ഉലൂബി ഹാലിഹി, അവരുടെ അവസ്ഥ ഉയർന്നതാണ് എന്നത് കൊണ്ടിട്ട്. പിന്നെ തമഇഹി മിനൽ ജഹലത്ത്, കിതാബിലുള്ളത് ഔ തുഅമിഹി എന്നാണ്. അത് ശരിയല്ല, അത് ശരിയാക്കണം. ഔ തമഇഹി എന്നാവണം. ബി ഉലൂബി ഹാലിഹി ഔ തമഇഹി, എങ്കിലും അവന്റെ ആഗ്രഹം കൊണ്ട് അവൻ ആഗ്രഹിക്കാം. എന്തിന്? മിനൽ ജഹലത്ത്, വിവരമില്ലാത്ത മനുഷ്യന്മാരിൽ നിന്ന്. എന്തിനെയാണ് ആഗ്രഹിക്കുന്നത്? എഴുത്തിക്കാതെ രിഫത്തി ശൈലിഹി ബിതസീഫി മഖാലിഹി, അവന്റെ വാക്കുകൾക്ക് എന്ത് ചെയ്യാം? അതായത് പിന്നെ രസം കൊടുത്തുകൊണ്ട് അതിനെ നിലവാരമുണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധിപ്പിക്കുന്ന രൂപത്തില് അവന്റെ വിഷയത്തിനെ ഉയർച്ചയെ ഈറ്റിക്കാതെ ചെയ്യാം. ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ചില ആളുകൾ അങ്ങനെ പറഞ്ഞത്. അപ്പൊ സത്യത്തിൽ പറഞ്ഞാല് തസ്ദീഖ് എന്ന് പറഞ്ഞതില് ഒരിക്കലും നക്കീറൈനിയെ എഴുത്തിബാർ ചെയ്യുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ബഹുമാനപ്പെട്ട മീർ ഇത്രയും വരികൾ അതിനു വേണ്ടി വിശദീകരിച്ചത്. ഏത്? തസ്ദീഖ് ഷർത്തായ രൂപത്തിലേ ആയാലും ശത്രായ രൂപത്തിലൂടെ ആയാലും നക്കീറൈനിയെ എഴുത്തിബാർ ചെയ്യാം, നക്കീറൈനിയെ എഴുത്തിബാർ ചെയ്യാം എന്ന വിഷയം തന്നെ എന്തില്ല? അവിടെ വരുന്നില്ല. വലക്കൽ ഹംദു വല്ലാഹു അഅലമു വല്ലാഹു അഅലമു ബിസ്സവാബ്. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.